പറ്റുന്ന സഹായം എവിടെയാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾക്ക് പറ്റുള്ളൂ. പ്രായമായല്ലേ വന്നത്, എപ്പോഴും പറ്റിയിട്ടില്ല. ഹൃദയവേദനയായി മാറിയ വയനാടിന് ആശ്വാസവും തണലുമാകുവാൻ കേരളം കൈകോർക്കുമ്പോൾ അതിന്റെ ഭാഗമാകുന്നത് നിരവധി പേരാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്ത് പെൻഷൻ പൈസയിൽ നിന്ന് മിച്ചം പിടിച്ചുമൊക്കെ മരുന്നു വാങ്ങാൻ ചേർത്തുവെച്ച പണമാണ് വെള്ളത്തൂവൽ പഞ്ചായത്തിലെ സൗത്ത് കത്തിപ്പാറയിൽ ചേണാലിയിൽ കുര്യാക്കോസും ഭാര്യ ഏലിയാമ്മയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകിയത്. ഇതുവരെ ചേർത്തുവെച്ച് സമ്പാദിച്ച 10,000 രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഇവിടെ സൗത്ത് കത്തിപ്പാറയിലെ ചേണാലിയിൽ കുര്യാക്കോസേട്ടനും ഏലിയാമ്മ ചേച്ചി അവരുടെ പെൻഷൻ കിട്ടുന്ന വിഹിതത്തിൽ നിന്നും ഒരു വിഹിതം വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ്. തീർത്തും സന്തോഷകരമായ അഭിമാനകരമായ ഒരു കാര്യമാണ് ഈ കുടുംബം ചെയ്തിട്ടുള്ളത്. സാമ്പത്തികമായിട്ട് വലിയ മെച്ചമുള്ള കുടുംബമൊന്നുമല്ല, പക്ഷേ അവർക്ക് കിട്ടുന്ന അവരുടെ മനസ്സ് ഒരു വലുതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ പണം കൊടുക്കരുതെന്നൊക്കെയുള്ള വലിയ പ്രചരണം ഉണ്ടാകുമ്പോഴും ഈ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് അവിടെ നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങളെ സഹായിക്കാനും മനുഷ്യത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞാണ് അവർ ഈ സഹായം ചെയ്തിട്ടുള്ളത്. ഈ കുടുംബത്തെ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തങ്ങൾക്ക് കിടക്കാൻ ഒരു വീടുണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും പെൻഷനുമൊക്കെയായി ചെറുതായ വരുമാനവുമുണ്ട്. പക്ഷേ അവർക്കതെല്ലാം നഷ്ടമായി. അവർക്കും എല്ലാം തിരിച്ചു നൽകണം. അതിനാണ് ചേർത്തുവെച്ച ചെറിയ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയതെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും അവരെ സഹായിക്കണം ഞങ്ങൾ എന്നോർത്ത് ഞങ്ങൾ ഇച്ചിരി പൈസ ഞങ്ങൾക്ക് മരുന്നിന് വേണ്ടി ഇച്ചിരി പൈസ എപ്പോഴും ശേഖരിച്ച് വെക്കുമായിരുന്നു. അതിൽ ഒരു 10,000 രൂപ ഞങ്ങൾ മെമ്പറെ ഏൽപ്പിക്കുകയാണ്. മരുന്നിന് വേണ്ടി ശേഖരിച്ച് വെച്ച പൈസയായിരുന്നു. ആ പൈസ ഇത് പിന്നെ വയനാട്ടിലെ ദുരിതം കണ്ട് ആ കഷ്ടത കണ്ടപ്പോൾ ഞങ്ങൾക്കത് കൊടുക്കണമെന്ന് തോന്നി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞങ്ങളത് മെമ്പറെ വിളിച്ച് മെമ്പറെ ഏൽപ്പിച്ചു. പഞ്ചായത്ത് അംഗം TR വിജിയെയും പൊതുപ്രവർത്തകനായ TN ഗോപാലകൃഷ്ണനെയും PG രാമചന്ദ്രനെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇവർ തുക കൈമാറിയത്. റിപ്പോർട്ടർ ഇടുക്കി.